ഹൈറ്റ് കുറഞ്ഞ അച്ഛനമ്മമാരാണോ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ ഹൈറ്റിനെ പറ്റി കൺസേൺ ഉണ്ടോ എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണയായിട്ട് ഹൈറ്റ് കുറഞ്ഞ അച്ഛനമ്മമാർക്ക് അവരുടെ പാരമ്പര്യ ഘടകങ്ങൾ മൂലം കുട്ടികൾക്ക് ഹൈറ്റ് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ മിഡ് പാനൽ ഹൈറ്റ് എന്ന് പറയും, അതായത് അവരുടെ ആവറേജ് ഹൈറ്റ് എടുത്ത് ആൺകുട്ടികളാണെങ്കിൽ +2.5, പെൺകുട്ടികളാണെങ്കിൽ -2.5 ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മുകളിലോ താഴെയായിട്ടാണ് കുട്ടികളുടെ ഹൈറ്റ് വരാൻ, ഫൈനൽ അഡൽട്ട് ഹൈറ്റ് വരാനുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണത അച്ഛനമ്മയ്ക്കും ഹൈറ്റ് കുറവാണെങ്കിൽ അവര് കുട്ടികൾക്കും കുറവാണ്, അത് അതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ അത് ഇവാലുവേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് അത്രയും കാര്യത്തിലും കുട്ടികൾക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ അത് എന്തെങ്കിലും ഹോർമോണൽ കാരണങ്ങൾ ഇതിന്റെ അണ്ടർനീത്ത് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റ് സിസ്റ്റമിലായ അസുഖങ്ങൾ ഇതിന് പിറകിലായിട്ടുണ്ടോ എന്നുള്ളത് പൂർണ്ണമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. കാരണം അവരുടെ ബോണേജ് ഒന്ന് നോക്കുന്നത് അതിൽ ഹെൽപ്പ് ചെയ്യും. കാരണം എക്സ്റേ ബോണേജ് എടുത്ത് നോക്കുന്ന സമയത്ത് ഫെമിലിയർ ഷോർട്ട് സ്റ്റേച്ചറാണെങ്കിൽ കാര്യമായ ഡിലേ ഉണ്ടാവില്ല. നേരെ മറിച്ച് എന്തെങ്കിലും സിസ്റ്റമിക് അസുഖങ്ങളോ അല്ലെങ്കിൽ ഹോർമോണൽ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ബോണേജിൽ കാര്യമായിട്ടുള്ള ഡിലേ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ ആ ഒരു ചെറിയ എക്സ്റേയിൽ നിന്ന് തന്നെ നമുക്ക് ഫെമിലിയർ അല്ല എന്നുള്ള രീതിയിൽ കണ്ടെത്തുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് ഇടപെട്ട് ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് കുട്ടികൾക്ക് ഹൈറ്റ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. താങ്ക് യു. Stay healthy. Follow for more.